ജിമ്മിലൊക്കെ ഒരാൾ കുഴഞ്ഞു വീണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കുക ഇയാൾ ഈ പ്രോട്ടീൻ പൗഡർ പോലുള്ള ഓരോ സാധനങ്ങൾ കഴിച്ചിട്ട് ഹാർട്ട് കേട് വന്നിട്ടാണ് മരിക്കുന്നത്. അതുപോലെ തന്നെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പല ചെറുപ്പക്കാരുടെയും മാതാപിതാക്കൾ പറയും ഇവൻ ജിമ്മിൽ പോയിട്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട്, ഇവനോടൊന്ന് പറയാതെ നിർത്താൻ വേണ്ടിയിട്ട്. പ്രോട്ടീൻ പൗഡർ കഴിക്കുന്ന ചെറുപ്പക്കാർക്കും നല്ലൊരു ശതമാനം ഡോക്ടേഴ്സിന് പോലും കൺഫ്യൂഷനാണ്. ഇത് നല്ലതാണോ, ഇതിനെന്താണ് റിസ്ക്, ഇതിന്റെ പിന്നിലുള്ള സത്യം ഇന്നത്തോടെ നമുക്ക് തിരിച്ചറിയാം. അതുപോലെ ഏതൊക്കെ പ്രോട്ടീൻ പൗഡർ ആണ് നല്ലത് എന്നുള്ളതും ആരൊക്കെയാണ് അത് കഴിക്കേണ്ടത് എന്നുള്ളതും ഇത് കഴിച്ചാൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ശരീരത്തിൽ പ്രോട്ടീൻ ആവശ്യം എന്തിനാണെന്നറിയോ? നമ്മുടെ മസിൽസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് പ്രായമൊക്കെ ആയി വരുമ്പോൾ പ്രോട്ടീൻ നിർബന്ധമാണ്. അതുപോലെ നമ്മുടെ ശരീര പ്രതിരോധ ശക്തിക്ക് ഒരു മുറിവൊക്കെ ഉണ്ടായിട്ട് അത് ഉണങ്ങണമെങ്കിൽ, ഹാർട്ടിന്റെ ആരോഗ്യത്തിന്, ഇനിയിപ്പോൾ നമുക്കൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിക്കവർ ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ പ്രോട്ടീൻ ആവശ്യമാണ്. പലപ്പോഴും ഭക്ഷണത്തിൽ നിന്ന് മാത്രം അത് കിട്ടണമെന്നില്ല. ഒന്നാമത്തെ തെറ്റിദ്ധാരണ ജിമ്മിൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ പലപ്പോഴും പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ടാണ് എന്നുള്ളതാണ്. ഒരുപാട് പഠനങ്ങൾ നടത്തിയെന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ പ്രോട്ടീൻ പൗഡർ കാരണം ഒരിക്കലും കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ സംഭവിക്കില്ല എന്നുള്ളതാണ്. 100% ഉറപ്പാണ്. ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത് പലപ്പോഴും ജന്മനായുള്ള ഹാർട്ടിന്റെ അസുഖങ്ങൾ, ഹാർട്ടിന്റെ മസിൽസ് കട്ടിക്കൂടുന്നത്, ഹൃദയത്തിലെ ഇലക്ട്രിക് പ്രശ്നങ്ങൾ, കൊറോണറി രക്തധമനികൾ ജന്മന കേടുവരുന്നത്, ഇതൊക്കെയാണ്. കുഴഞ്ഞു വീണുള്ള മറ്റൊരു മരണ കാരണം പ്രോട്ടീൻ അല്ല. ചില ബോഡി ബിൽഡേഴ്സ് അനബോളിക് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കും. അത് ഹാർട്ടിനെ കട്ടി കൂട്ടുന്നുണ്ട്, ഹൃദയത്തിന്റെ മിടിപ്പിനെ താളം തെറ്റിക്കുന്നുണ്ട്. ചിലർ പ്രീ വർക്കൗട്ട് സ്റ്റിമുലൻസ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് കഫീൻ ഉണ്ടാവും. ഇത് ഹൃദയമിടിപ്പിന് കേടാണ്. ഏറ്റവും അപകടം ചില ആളുകൾ ഉപയോഗിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചക്ഷനുകളാണ്. മറ്റു ചിലർ 3-4 മണിക്കൂർ നിർത്താതെ റെസ്റ്റ് ഇല്ലാതെ ജിമ്മ് വർക്കൗട്ട് ചെയ്യുന്നു, കുഴഞ്ഞു വീണ് മരിക്കുന്നു. ശരീരത്തിൽ ജലാംശം കുറഞ്ഞിട്ടുണ്ടാവും, സോഡിയത്തിന്റെയും പൊട്ടാഷ്യത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. മയക്കുമരുന്നും ജിമ്മിലെ മരണങ്ങൾക്ക് ഒരു കാരണമാണ്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ അത് രക്തധമനികൾക്കകത്ത് അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്ക് ആയിട്ട് മാറും, അറ്റാക്ക് വരും. സത്യത്തിൽ പ്രോട്ടീൻ പൗഡർ ഒരിക്കലും ഇതുപോലെ അടിഞ്ഞുകൂടില്ല. നമ്മൾ ഒരു ഗ്ലാസ് പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ അത് ആമാശയത്തിലും കുടലിലും എത്തുമ്പോൾ അത് അമിനോ ആസിഡുകളായിട്ട് മാറുകയാണ്. അത് നേരെ രക്തത്തിൽ കലർന്ന് പിന്നെ മസിൽസ് ഉണ്ടാക്കാനും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് പോവാണ്, ഒരിക്കലും അടിഞ്ഞുകൂടില്ല. മൂന്നാമത്തെ തെറ്റിദ്ധാരണ പ്രോട്ടീൻ പൗഡർ കിഡ്നിക്ക് കേടാന്നുള്ളതാണ്. നോർമൽ കിഡ്നിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ ഒരിക്കലും അതൊരു കിഡ്നി പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ കിഡ്നിക്ക് അസുഖമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓവർ പ്രോട്ടീൻ പൗഡർ എത്തിക്കഴിഞ്ഞാൽ അത് ഫിൽറ്റർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. നാലാമത്തെ തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത് പാലിൽ നിന്നാണ്. ഇതിന് വേ പ്രോട്ടീൻ എന്ന് പറയും. പാലിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ അതിൽ കൊഴുപ്പുണ്ടാവും. അതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചാൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടും. അങ്ങനെ അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. സത്യം എന്താണെന്നറിയോ? വേ പ്രോട്ടീൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ടോട്ടൽ കൊളസ്ട്രോൾ 10% കുറയും. ചീത്ത കൊളസ്ട്രോളായ LDL 10% കുറയും. നല്ല കൊളസ്ട്രോൾ ചിലപ്പോൾ കൂടും. ട്രൈഗ്ലിസറൈഡ് കുറയും. ഇതൊക്കെയാണ് പഠനങ്ങളിൽ തെളിഞ്ഞത്. ഇതിന് കാരണം പലപ്പോഴും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള വേ പ്രോട്ടീൻ ആണ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ മാറ്റിയിട്ടുണ്ടാവും. അഞ്ചാമത്തെ പേടി എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ പൗഡറിന്റെ കൂടെ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവും. അത് ഹാർട്ടിന് കേടാണ്. ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. നല്ല രീതിയിലുള്ള ഒരു പ്രോട്ടീൻ പൗഡർ ആണെങ്കിൽ അതിനകത്ത് ഇതുപോലുള്ള കെമിക്കൽസ് വളരെ കുറവായിരിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീപ്പായിട്ടുള്ള പല പ്രോട്ടീൻ പൗഡറിലും ഒരുപാട് ഹെവി മെറ്റലുകൾ, കെമിക്കൽസ് ഒക്കെ ഉള്ളതായിട്ട് കണ്ടെത്താറുണ്ട്. പ്രത്യേകിച്ച് ലെഡ്, കാഡ്മിയം, ആർസെനിക് തുടങ്ങിയ ലോഹങ്ങൾ, സ്റ്റിറോയിഡുകൾ, സ്റ്റിമുലന്റുകൾ, പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ കെമിക്കലുകൾ. ഈ പരിപാടി നമ്മുടെ നാട്ടിലേ നടക്കുള്ളൂ. അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഇത് വളരെ ചെക്ക് ചെയ്തിട്ടേ കിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോരുത്തർക്കും എത്ര പ്രോട്ടീൻ വേണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വെറുതെ ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് മതി. ഇനി അത്യാവശ്യം ആക്റ്റീവ് ആണ്, ചെറുതായിട്ടൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1.5 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് മതി. ഇനി നന്നായിട്ടൊരു ബോഡി ബിൽഡിങ്ങും ജിമ്മും എക്സർസൈസും ഒക്കെ ഉള്ള ആളാണെങ്കിൽ 2 ഗ്രാമിന് മുകളിൽ പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് വേണ്ടി വരും. പ്രായം ചെന്നവർക്കൊക്കെ 1 ഗ്രാം മതിയാവും. ഇനി അസുഖത്തിൽ നിന്നൊക്കെ മാറി വരുന്നവരാണെങ്കിൽ ഇതേപോലെ 1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ്.